വിന്നേഴ്സ് അക്കാഡമിയുടെ ഇൻട്രഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന ഭാഗത്തിൻ്റെ 17ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാജൻ മാഷ്. I have an experience of more than 41 years in teaching accountancy. കഴിഞ്ഞ ക്ലാസ്സിൽ +2 പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള അക്കൗണ്ട്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ആദ്യ പാഠത്തെ ഞാൻ പരിചയപ്പെട്ടി പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ്. ആ പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സിൽ ഓരോ പാർട്ട്നേഴ്സിനും വേണ്ടി പ്രത്യേകം ക്യാപിറ്റൽ അക്കൗണ്ട് വയ്ക്കുന്നു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് അല്ലെങ്കിൽ ബൈ ക്യാഷ്, പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ് തുടങ്ങിയ ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിൽ, ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്നിട്ട് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുന്നു. മിച്ചം കിട്ടുന്നത് അക്കൗണ്ടിൽ അറിഞ്ഞിരിക്കണം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, there are 2 partners A and B. സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ബാലൻസ് 40,000 ആൻഡ് 30,000. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ബൈ ബാലൻസ് എക്ക് 40,000, ബിക്ക് 30,000. ഇനി ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ചാർജ്ഡ് അറ്റ് ദ റേറ്റ് ഓഫ് 5%. Therefore 40,000 into 5 by 100 2,000, 30,000 into 5 by 100 1,500. Then salary is also allowed on partners. A 500 per month, B 400 per month. അപ്പം എയുടെ കുളത്തിൽ 12 into 500 6,000, ബിയുടെ കുളത്തിൽ 12 into 400 4,200 പെർ മന്താണ് സാലറി തരുന്നതെങ്കിൽ ഒരു വർഷത്തെ ആക്കാൻ മറക്കരുത്. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. 6,000 4,800. കമ്മീഷൻ ഫിക്സഡ് ആയിരിക്കും, ഒരു വർഷത്തെ ഒരുമിച്ചാണ് തരിക. അതിന് പിന്നെ 12 കൊണ്ട് ഗുണിക്കേണ്ട ആവശ്യമില്ല. 2,000 3,000. പ്രോഫിറ്റ് മെയ്ഡ് ഡ്യൂറിങ് ദി ഇയർ എന്ന് പറയുന്നത് 16,000 ആണ്. ലെറ്റ് us assume they are equal partners. അപ്പോൾ ഓരോരുത്തർക്കും 8,000 വീതം കിട്ടും. ഡെബിറ്റ് സൈഡിൽ 2 ഡ്രോയിങ്സ് 6,000 5,000 ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 500 400 സെപ്പറേറ്റ്ലി ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. ഇനി ക്രെഡിറ്റ് സൈഡ് കൂട്ടി എക്ക് 58,000, ബിക്ക് 47,300. അത് രണ്ടും ഡെബിറ്റ് സൈഡിൽ എഴുതി. 58,000 47,300 എഴുതി. ഡെബിറ്റ് സൈഡിലെ 6,000 500 6,500 കൊടുത്തു. ക്രെഡിറ്റ് സൈഡിൽ 5,400. അപ്പോൾ എക്ക് 51,500 കിട്ടി, ബിക്ക് 41,900 കിട്ടി. അത് നേരെ ടു ബാലൻസ് ക്യാരി ഡൗൺ അല്ലെങ്കിൽ CD. ആ ബാലൻസ് അടുത്ത വർഷത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നു. ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ സെയിം എമൗണ്ട് 51,500 41,900. ചുരുക്കത്തിൽ പറഞ്ഞാൽ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ബൈ ക്യാഷ് അല്ലെങ്കിൽ ബൈ ബാലൻസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഇതാണ് മാക്സിമം ഐറ്റംസ്. ഡെബിറ്റ് സൈഡിൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. എന്നിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. മിച്ചം കിട്ടുന്നതിന് വരെ ടു ബാലൻസ് ക്യാരി ഡൗൺ എഴുതി. ആ ബാലൻസിനെ അടുത്ത വർഷത്തേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യും. അടുത്ത വർഷം ആരംഭിക്കുമ്പോൾ ഈ ബൈ ബാലൻസ് ആദ്യം എഴുതും. 51,500 41,900. അതിനുശേഷം ബൈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ബൈ സാലറി, ബൈ കമ്മീഷൻ, ബൈ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ദെൻ 2 ഡ്രോയിങ്സ്, 2 ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഈ പ്രൊസീജിയറിൽ നിന്ന് ഓരോ വർഷവും തുടർന്നുകൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ടിനെ പറ്റിയുള്ള ഒരു ഏകദേശ രൂപം. ക്യാപിറ്റൽ അക്കൗണ്ട് ചിലപ്പോൾ ഇങ്ങനെ പല സംഖ്യകളായിട്ട് തന്നിട്ട് ചോദിക്കും. ഇങ്ങനെ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും മാറിക്കൊണ്ടിരിക്കുന്ന ഈ മെത്തേഡിനെയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് വിളിക്കുക. അപ്പോൾ പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ 2 മെത്തേഡുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡും മറ്റൊരു മെത്തേഡ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് അനുസരിച്ച് ഓപ്പണിംഗ് ബാലൻസ് ഡിഫർ ഫ്രം ക്ലോസിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും രണ്ടും രണ്ടായിരിക്കും. അതുകൊണ്ടാണ് ആ പേര് വന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. ഇനി ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും സച്ച് ആസ് ഇൻട്രസ്റ്റ്, കമ്മീഷൻ, share of profit, drawings, interest on drawings, etc. are directly made in the capital account. As a consequence, the opening balance differ from closing balance. അതാണ് ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും തമ്മിൽ വ്യത്യാസം വരാൻ കാരണം.
ഇനി എല്ലാ പങ്കാളിക്കും ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ ഉള്ളൂ, ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ 3 പ്രത്യേകത ഉള്ളവർക്കിരിക്കുക. ആൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു സാലറീസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഷെയർ ഓഫ് പ്രോഫിറ്റ് എക്സെട്ര ഡയറക്ട്ലി മെയ്ഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ആസ് എ consequence, opening balance differ from closing balance. In short, we can say each partner has only one account, that is capital account. Another method of maintaining capital account is fixed capital method. Under this method, each and every partner has only one account, that is capital account. These adjustments are not directly made in the capital account. These are made in a separate account called the current account. അപ്പോൾ each partner has 2 accounts, that is one is capital account and other is current account. അപ്പോൾ 3 പ്രത്യേകതകൾ. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും ക്യാപിറ്റൽ അക്കൗണ്ടിൽ എഴുതുന്നതിന് പകരം ഒരു പുതിയ അക്കൗണ്ട് എഴുതുന്നു. അക്കൗണ്ടിൻ്റെ പേരാണ് കറണ്ട് അക്കൗണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ട്ണർക്കും 2 അക്കൗണ്ട് ഉണ്ടാവും, ക്യാപിറ്റൽ അക്കൗണ്ട് ഉണ്ടാവും, കറണ്ട് അക്കൗണ്ട് ഉണ്ടാവും. ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എല്ലാ വർഷവും ഒരേ എമൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ മെത്തേഡിൻ്റെ പേര് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഇതിനകത്തൊരു 1 വേർഡ് ചോദിക്കാൻ സാധ്യതയുണ്ട്. Under the fixed capital method, a separate account is opened, is called dash. That's the current account. And a current account is opened in case of dash method. Capital account ne patti ഏകദേശവും നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ് ഉടൻ പ്രതീക്ഷിക്കാം. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.